പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 13 വർഷത്തിന് ശേഷം ഏറ്റവും ശക്തിയാർന്ന ശനി ജയന്തിയാണ് 2026 മെയ് 16 വരുന്നത്. ശനിദേവൻ്റെ ജന്മദിനമാണ് ശനി ജയന്തിയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ശനി ജയന്തിയും ശനിയാഴ്ചയും അമാവാസിയും ഒരുമിച്ച് വരുന്ന ദിവസമായതിനാൽ തന്നെ അതിശക്തമായ ആത്മീയ ഊർജ പ്രവാഹം ഭൂമിയിലും പ്രപഞ്ചത്തിലും ഇന്നേ ദിവസം ഉണ്ടാകും. ഹിന്ദു പഞ്ചാംഗ പ്രകാരം ജ്യേഷ്ഠമാസത്തിലെ അമാവാസ്യ ദിനത്തിലാണ് ഈ ശനി ജയന്തി ആഘോഷിക്കപ്പെടുന്നത്. കർമ്മഫലദാതാവാണ് ശനിദേവൻ. ശനിദേവൻ മനുഷ്യരുടെ പ്രവൃത്തിക്കനുസരിച്ച് ഫലം നൽകുന്ന ഗ്രഹാധിപതിയാണ്. ഈ ദിവസം ആത്മപരിശോധനയ്ക്കും നല്ല പ്രവൃത്തികൾക്കും വേണ്ടി മാത്രം മാറ്റിവെക്കുക. ഈ ദിവസം മാത്രമല്ല, തുടർന്നുള്ള ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ ആത്മപരിശോധനയും നല്ല പ്രവൃത്തികളും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശനിദേവൻ്റെ അനുഗ്രഹമുണ്ടാകും. ഇന്നേ ദിവസം രാവിലെ തന്നെ കുളിച്ച് എള്ളുതിരി കത്തിക്കുന്നത് നല്ലതാണ്. എള്ളെണ്ണയിൽ തിരിയിട്ടിട്ട് വിളക്ക് കത്തിക്കുന്നതും നല്ലതാണ്. മാത്രമല്ല, അതിനുശേഷം ഓം ശം ശനീശ്വരായ നമ എന്ന് 108 പ്രാവശ്യമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഒക്കെ ആയിട്ട് മന്ത്രം ജപിക്കുന്നതും വളരെ അത്യുത്തമമാണ്. കാര്യതടസ്സം, ധനതടസ്സം, ബന്ധങ്ങളിലുണ്ടാകുന്ന വിള്ളൽ, ശനിദോഷം, അനാരോഗ്യം, ഇങ്ങനെ ഒരുപാട് ജീവിത പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആളുകൾക്ക് ഇന്നത്തെ ദിവസം ശനി ഭഗവാനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫലം ലഭിക്കുന്നതാണ്. ഇനി ഇന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ: രാവിലെ തന്നെ എഴുന്നേറ്റ് വൃത്തിയും ശുദ്ധിയോടും കൂടി കുളിച്ച് ശനി ഭഗവാനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ മുന്നേ പറഞ്ഞു തന്ന ആ മന്ത്രം ഓം ശം ശനീശ്വരായ നമ എന്ന മന്ത്രം 108 തവണ ഉരുവിടുക. അതിനുശേഷം നിങ്ങൾക്ക് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കാവുന്നതാണ്. കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിലൂടെ ശനി ഭഗവാന്റെ പ്രീതി ലഭിക്കുന്നതാണ്. മാത്രമല്ല, ചെരുപ്പ് അന്നേ ദിവസം ഇല്ലാത്ത ആളുകൾക്ക് ദാനം ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളുടെ സ്വന്തം ചെരുപ്പ് വളരെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതും അനിവാര്യമാണ്. കാരണം ശനീശ്വരൻ ചെരുപ്പിലൂടെ വരെ, കാലിലൂടെ വരെ നമ്മുടെ ശരീരത്തിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചെരുപ്പ് നല്ല വൃത്തിയായി സൂക്ഷിക്കാനും മറ്റുള്ളവർക്ക്, ചെരുപ്പ് ഇല്ലാത്ത ആളുകൾക്ക്, അർഹരായ ആളുകൾക്ക് മാത്രം ചെരുപ്പ് ദാനം ചെയ്യുന്നതും നല്ലതാണ്. അതുപോലെ പശുക്കൾക്ക് ഭക്ഷണം നൽകുന്നതും അന്നത്തെ ദിവസം വളരെ നല്ലതാണ്. ഗോമാതാവിനെ സംരക്ഷിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും നല്ലതാണ്. ഗോമാതാവിന് ഭക്ഷണം നൽകുന്നതും ഇല്ലാത്ത ആളുകൾക്ക്, ദരിദ്രരായ ആളുകൾക്ക് ഭക്ഷണം നൽകുന്നതും ദാനധർമാദികൾ ചെയ്യുന്നതും ഇന്നേ ദിവസം നല്ലതാണ്. മാത്രമല്ല, എള്ള് ദാനം ചെയ്യുന്നതും വളരെ അത്യുത്തമമായിട്ട് ഇന്നേ ദിവസം കരുതപ്പെടുന്നു. നീലപുഷ്പം ശനി ഭഗവാന് നൽകുന്നതും നല്ലതാണ്. പൂജ ചെയ്യുന്ന സമയത്ത് ശംഖുപുഷ്പമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നീല കളറിലുള്ള പുഷ്പമോ ശനി ഭഗവാന് സമർപ്പിക്കുന്നത് അത്യുത്തമമാണ്. അന്നേ ദിവസം ശനി ആരാധനയുള്ള ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നത് അത്യുത്തമമാണ്. ക്ഷേത്ര ദർശനം നടത്തുന്നതും ശനീശ്വര പ്രീതിക്ക് നല്ലതാണ്. എങ്കിലും ശനിയുടെ പ്രതിഷ്ഠ ഇല്ലാത്ത ക്ഷേത്രമാണ് നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ളതെങ്കിൽ ശിവക്ഷേത്രത്തിലും നിങ്ങൾക്ക് തൊഴാവുന്നതാണ്. അല്ലെങ്കിൽ ഹനുമാൻ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെയും പോയി തൊഴുന്നതും അത്യുത്തമമായിട്ട് കരുതപ്പെടുന്നു. ഈ ദിവസം ശനിക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജയും വഴിപാടുകളും എല്ലാം തന്നെ ഉണ്ടാകും. ഇന്നേ ദിവസം കരിമ്പട്ട വസ്ത്രം ദാനമായി നൽകുന്നതോ ധരിക്കുന്നതോ എല്ലാം നല്ലതാണ്. ശനി ഭഗവാന്റെ വാഹനമായ കാക്കയെ സംരക്ഷിക്കുന്നതും കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും അന്നേ ദിവസം കാക്ക നിങ്ങളുടെ വീട്ടിൽ ധാരാളമായി വരുന്നുണ്ടെങ്കിലും ഐശ്വര്യത്തിൻ്റെ സൂചനയാണ്. 13 വർഷത്തിന് ശേഷം വരുന്ന അതിശക്തമായ ആത്മീയ ഊർജം അന്നേ ദിവസം ഭൂമിയിലുണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാവരും ശനിദേവനോട് നിങ്ങൾക്ക് പൂജയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി സർവ്വ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നിങ്ങളിൽ വന്നു ചേരും. എല്ലാവർക്കും ശനിദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.